കർക്കിടകം യാത്രയായി, കൂടെ ശീബോധി. ഈ കാണുന്നതാണ് ശീബോധി. കർക്കിടകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് അച്ഛമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കർക്കിടകം കഴിഞ്ഞാൽ ദുർക്കിടകം തീർന്നു എന്ന്. അങ്ങനെ പറയുന്നതിനെ കൊണ്ട് തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പണ്ടുള്ളവരെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കൃഷിയും കാര്യങ്ങളായിരുന്നു. ഇങ്ങനെ അടഞ്ഞു മൂടിയ മഴയത്ത് എങ്ങനെ ഈ കൃഷിയൊക്കെ ചെയ്യുക? നമുക്ക് തന്നെ ഇവിടെ പണിക്ക് പോകാൻ മടിയാവുന്നു. കർക്കിടകത്തിനെ കുറിച്ച് ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സത്യമാണോ കള്ളത്തരാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും നമുക്ക് കർക്കിടക മാസത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വേദനയും കാര്യങ്ങളും ഒക്കെ പിറ്റേ വർഷം ആവുന്ന സമയത്തും നമുക്ക് വരും. കർക്കിടക കഞ്ഞി, സുഖചികിത്സ, രാമായണ മാസം, അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ ഒരു കർക്കിടകത്തിനുണ്ട്. നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങളെ വീട്ടിലൊക്കെ ശീബോധി വെക്കാറുണ്ടോ? നിങ്ങളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ശീബോധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസം തുടങ്ങുന്ന അന്ന് തൊട്ട് അവസാനിക്കുന്ന അന്ന് വരെ നമ്മൾ വെക്കുന്ന ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ എന്താണ് ഈ ശീബോധി എന്നുള്ളത് എനിക്കും വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ അറിഞ്ഞത് വെച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ കൊച്ചു ടി വിയിലുള്ള ബാലവീർ സീരീസിൽ അത്ഭുത ദേവതയും ദുഷ്ടദേവതയും ഉണ്ടല്ലോ, അതുപോലെയുള്ള ഈ ദുഷ്ടദേവതമാരാണ് മറ്റേ കലിയനും കലിച്ചിയും. ഇവർ ഈ ദുഷ്ടപ്രവൃത്തികളൊന്നും നമ്മളെ വീടിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ശീബോധി വയ്ക്കുന്നത്. ഇതൊക്കെ ആണോ ശരിക്കും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാൻ ഈ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അത് ഈ സാധനവും കൈ പിടിച്ചിട്ട് നമ്മളെ വീടിൻ്റെ ചുറ്റും നടക്കണം കേട്ടോ. ഈ നടക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അമ്മ എന്തോ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടപ്പോൾ കുറച്ച് കാര്യം മനസ്സിലായി. കലിയ കൂയി ഞാനും മക്കളും അകത്ത്, ഈ മക്കളും പുറത്ത്, ഞങ്ങളെ വീടിൻ്റെ പ്ലാവിൻ്റെയും മാവിൻ്റെയും തെങ്ങിൻ്റെയും മുകളിലൂടെ കയറിപ്പോയിക്കോന്ന്. എൻ്റെ വീട്ടിലും ഇതേപോലെ വെക്കുന്ന സമയത്ത് വലിയ ചേച്ചിയാണ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഉഷാറായിട്ട് ഓടി നടക്കാറുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മിക്കവാറും ഈ പാട്ട് ഫുൾ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാ ഈ പാട്ടൊക്കെ പാടുന്നതെന്നോ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതോ അപ്പോഴും ഇപ്പോഴും എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല കേട്ടോ. വീടിൻ്റെ ചുറ്റുമുള്ള ഓട്ടപ്പാച്ചിൽ കണ്ടിട്ട് ഏറ്റവും ആകാംക്ഷയോടെ കാത്തുന്ന വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കാതെ പോകരുത്. ഞങ്ങൾ സ്വന്തം റോസ്കോ. അവൾ വിചാരിച്ചു ഇപ്പം എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ബായ്.